ട്രിഗണോമെട്രിയാണ്. ഒരുപാട് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ പഠിക്കാണ്ട്, അതുമായി ബന്ധപ്പെട്ട കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ ഇക്വേഷൻസ് പഠിക്കാണ്ട്. അപ്പോൾ കുറച്ചൊരു 6 ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് സൈന്, കോസ്, ടാൻ ഒക്കെ നമ്മൾ പഠിച്ചാണല്ലേ. എന്താണ് സൈന്? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് എന്താണ്? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ആൻഡ് ടാൻ എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ടാൻ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഒക്കെ നമ്മൾ പഠിച്ചാണ്. ഇനി നോക്കിയേ, സൈൻ എ പ്ലസ് ബി എന്താണ്? സൈൻ എ പ്ലസ് ബി എന്താണ്? സൈൻ എ പ്ലസ് ബി സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഇങ്ങനെ ഒരു 6 ഇക്വേഷൻസ് പഠിച്ച് ഞാൻ വളരെ ഈസിയായി. 7 ഇക്വേഷൻസ് പഠിച്ച് ഞാൻ വളരെ ഈസിയായി. സൈൻ എ പ്ലസ് ബി ഉണ്ടെങ്കിൽ സൈൻ എ മൈനസ് ബി ഉണ്ടാവുമല്ലോ. എഴുതുമ്പോൾ തന്നെ മനസ്സിലാക്കി എഴുതുക. സൈൻ എ പ്ലസ് ബി സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അപ്പോൾ ഇവിടെ മൈനസ് ആകുമ്പോൾ എന്താവും? ഇവിടെ മൈനസ് ആക്കിയാൽ മതി. സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. എഴുതുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ. ഹാൻഡ് റൈറ്റിംഗ് ഇത്യധികം മോശമാണ്. ഓക്കെ, വായിക്കാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നത്. സൈൻ എ പ്ലസ് ബി അറിയുമ്പോൾ സൈൻ എ കോസ് ബി, കോസ് എ സൈൻ ബി. പ്ലസ് ആകുമ്പോൾ പ്ലസ് തന്നെ. സൈൻ എ മൈനസ് ബി ആകുമ്പോൾ എന്താണ്? സൈൻ എ കോസ് ബി. മൈനസ് ആയതുകൊണ്ട് മൈനസ് കോസ് എ സൈൻ ബി. ഓക്കെ ആണല്ലോ. സൈന് വന്നു കഴിഞ്ഞാൽ അപ്പോൾ കോസ് വേണ്ടേ? കോസ് എ പ്ലസ് ബി. കോസ് എ പ്ലസ് ബി ഓർക്കാൻ വളരെ ഈസിയാണ്. കോസ് അല്ലേ, കോസ് തന്നെ തുടങ്ങുക. കോസ് എ കോസ് ബി. പ്ലസ് ആയതുകൊണ്ട് മൈനസ് കൊടുക്കുക. സൈൻ എ സൈൻ ബി. കോസ് ആകുമ്പോൾ കോസ് തന്നെ തുടങ്ങുക. കോസ് എ കോസ് ബി. പ്ലസ് ആയതുകൊണ്ട് മൈനസ് കൊടുക്കുക. സൈൻ എ സൈൻ ബി. കോസ് എ മൈനസ് ബി അപ്പോൾ വേണ്ടേ? കോസ് എ മൈനസ് ബി. സെയിം സാധനം തന്നെ എഴുതുക. കോസ് ബി. മൈനസ് ആകുമ്പോൾ എന്ത് ചെയ്യുക? പ്ലസ് കൊടുക്കുക. പ്ലസ് സൈൻ എ സൈൻ ബി. ആ ഓർഡറിൽ എഴുതുമ്പോൾ വളരെ ഈസിയായി പഠിക്കാൻ പറ്റുന്നുള്ളൂ. പഠിച്ചു പോകാമല്ലോ. ആ ഓർഡറിൽ ഇങ്ങനെ എഴുതി വരിക, അതിന് കൂടെ തന്നെ പഠിച്ചു പോവുക, എഴുതി വെക്കുക. സൈനായി കോസായി. അപ്പോൾ ടാൻ വേണ്ടേ? ടാൻ എ പ്ലസ് ബി. ടാൻ എ പ്ലസ് ബി അതിനൊക്കെ എളുപ്പമാണ്. ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. ടാൻ എ പ്ലസ് ബി വരുമ്പോൾ ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡ് ബൈ 1 മൈനസ് പ്ലസ് ആകുമ്പോൾ മൈനസ് കൊടുക്കുക. മൈനസ് ടാൻ എ ടാൻ ബി. അപ്പോൾ ടാൻ എ മൈനസ് ബി ആണല്ലോ. ടാൻ എ മൈനസ് ബി ഒന്ന് എഴുതി നോക്കി. ഇതേപോലെ തന്നെ ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡ് ബൈ, ഇവിടെ പ്ലസ് ആയപ്പോൾ ഇവിടെ മൈനസ് അല്ലേ. ഇവിടെ മൈനസ് ആകുമ്പോൾ എന്ത് ചെയ്യുക? പ്ലസ് ആയി കൊടുക്കുക. tan a minus b is equal to tan a minus tan b divided by 1 plus tan a tan b. പക്ഷേ സൈന് കോസ് ടാൻ, സൈൻ എ പ്ലസ് ബി, സൈൻ എ മൈനസ് ബി, കോസ് എ പ്ലസ് ബി, കോസ് എ മൈനസ് ബി, ടാൻ എ പ്ലസ് ബി, ടാൻ എ മൈനസ് ബി. ഈ 6 എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സൈൻ എ പ്ലസ് ബി ഒന്ന് പറഞ്ഞു നോക്കിയേ, കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ. സൈൻ എ പ്ലസ് ബി, സൈൻ എ കോസ് ബി, പ്ലസ് ആകുമ്പോൾ പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ എ മൈനസ് ബി, സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. കോസ് എ പ്ലസ് ബി ഓർക്കാൻ വളരെ ഈസിയാണ്. കോസ് ആണ്, കോസിനെ തുടങ്ങുക. കോസ് എ കോസ് ബി പ്ലസ് ആകുമ്പോൾ മൈനസ്, മൈനസ് സൈൻ എ സൈൻ ബി. കോസ് എ മൈനസ് ബി മൈനസ് ആകുമ്പോൾ ചെയ്യുക, പ്ലസ് കൊടുക്കുക. കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. ടാൻ എ പ്ലസ് ബി, ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡ് ബൈ, ഇവിടെ പ്ലസ് വന്നു കഴിഞ്ഞാൽ മൈനസ് കൊടുക്കുക. 1 മൈനസ് ടാൻ എ ടാൻ ബി. ടാൻ എ മൈനസ് ബി, ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി. വളരെ ഈസി അല്ലേ? ഒന്ന് ഓർത്ത് നോക്കി, കൂടെ പറഞ്ഞു പോയി പഠിക്കുക. 6 ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയാലോ. സൈൻ π/3 പ്ലസ് π/4 പ്ലസ് ആണേ. ഞാൻ ഇങ്ങനെ എഴുതുമ്പോൾ പ്ലസും ഇൻറ്റും മാറാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. സൈൻ π/3 പ്ലസ് π/4. ഈ π/3 പ്ലസ് π/4 കണ്ടപ്പോൾ പലരും നേരത്തെ ചെയ്ത പോലെ തന്നെ π/3 പ്ലസ് π/4 ക്രോസ് ചെയ്യും. 4π പ്ലസ് 3π ഡിവൈഡ് ബൈ 12 ഇസ് ഈക്വൽ ടു 7π/12. ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ എ പ്ലസ് ബി, സൈൻ എ പ്ലസ് ബി എന്ന ഫോമിലേക്ക് മാറ്റിയിട്ട് ചെയ്യണം. സൈൻ എ പ്ലസ് ബി എന്ന ഫോമിലല്ല ഇത് സൈൻ എ സൈൻ ബി. സൈൻ എ പ്ലസ് ബി എന്താ? സൈൻ എ പ്ലസ് ബി എന്താ മക്കളെ?
അതാണ് ആ ഇക്വേഷൻ പഠിക്കണമെന്ന് നിർബന്ധമായി പഠിച്ചിരിക്കണം. സൈൻ എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഇതല്ലേ സൈൻ എ പ്ലസ് ബി? കൊടുത്തു നോക്കിയേ. സൈൻ പൈ ബൈ 3 ഇൻറ്റു കോസ് പൈ ബൈ 4 പ്ലസ് കോസ് പൈ ബൈ 3 ഇൻറ്റു സൈൻ പൈ ബൈ 4. സൈൻ പൈ ബൈ 3യുടെ വാല്യൂ നമുക്കറിയാം. സൈൻ പൈ ബൈ 3 അറിയുമ്പോൾ √3/2 √3/2 ഇൻറ്റു കോസ് പൈ ബൈ 4 എന്ന് പറയുമ്പോൾ 1/√2 45 അല്ല പൈ ബൈ 4 പ്ലസ് കോസ് പൈ ബൈ 3 എന്ന് പറയുമ്പോൾ 1/2 ഇൻറ്റു സൈൻ പൈ ബൈ 4 എന്ന് പറയുമ്പോൾ 1/√2 √3/2√2 പ്ലസ് 1/2√2. ആൻസർ എന്തായി? √3 പ്ലസ് 1/2√2. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം അല്ലേ? രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് അംശം കൂട്ടിയാൽ പോരെ. √3 പ്ലസ് 1/2√2 ആൻസർ ആയി. നമ്മുടെ ഫൈനൽ ആൻസർ ആയി √3 പ്ലസ് 1/2√2. പക്ഷേ ട്രിഗ്നോമെട്രിയുടെ കേസിൽ എന്ത് ചെയ്യാം? ഡിനോമിനേറ്ററിൽ റൂട്ട് വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഓപ്ഷൻസ് ഒന്ന് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? കോഞ്ചുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയും. കോഞ്ചുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ എ പ്ലസ് ബി എന്ന ഫോമിലാണെങ്കിൽ കോഞ്ചുഗേറ്റ് എന്തായിരിക്കും? എ മൈനസ് ബി എന്നായിരിക്കും. ഇതുകൊണ്ട് താഴെയും മേലെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ പ്ലസ് മൈനസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. √3 പ്ലസ് 1/2√2 ഇൻറ്റു മേലും താഴെ എന്ത് ചെയ്യുക? അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഞാൻ ഇങ്ങോട്ട് മേലോട്ട് എഴുതുന്നുണ്ട്. 2√2 ഇൻറ്റു √3 2√2 ഇൻറ്റു √3 പ്ലസ് 2√2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2√2 ഇൻറ്റു 2√2 എന്താണ്? 2 ഇൻറ്റു 2 4 √2 ഇൻറ്റു √2 2. ഓക്കെ, എന്തായിരിക്കും ആൻസർ? ഫൈനൽ ആൻസർ √2 ഇൻറ്റു √2 ഇൻറ്റു √3 √2 ഇൻറ്റു √3 √6 2√6 പ്ലസ് 2√2 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 2. ഈ 2 എല്ലായിടത്തും ഇല്ല, ക്യാൻസലായി. അപ്പോൾ എന്താവും? ഫൈനൽ ആൻസർ എന്താവും? √6 പ്ലസ് √2 ഡിവൈഡഡ് ബൈ 4. എഴുതി അവിടെ എത്തിയല്ലേ? അപ്പോൾ കൺഫ്യൂഷൻ അവിടെ ഒന്നുകൂടി പറഞ്ഞു പോകാം. സൈൻ എ പ്ലസ് ബി എന്ന ഫോമിലല്ലേ സൈൻ എ പ്ലസ് ബി അറിയുമ്പോൾ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. സൈൻ പൈ ബൈ 3 കോസ് പൈ ബൈ 4 പ്ലസ് കോസ് പൈ ബൈ 3 സൈൻ പൈ ബൈ 4. കോസ് പൈ ബൈ 3 ആകുമ്പോൾ √3/2 ആണ്. കോസ് പൈ ബൈ 4 എന്ന് സൈൻ പൈ ബൈ 3 √3/2 ആണ്. സൈൻ കോസ് പൈ ബൈ 4 1/√2 ആണ്. പ്ലസ് കോസ് പൈ ബൈ 3 1/2 ആണ്. സൈൻ പൈ ബൈ 4 1/√2 ആണ്. പൈ ബൈ 3 എന്ന് പറയുമ്പോൾ പൈ ബൈ 2 പൈ എന്ന് പറഞ്ഞാൽ 180 ആണ്. പൈ ബൈ 2 90 ആണ്. പൈ ബൈ 3 60 ആണ്. പൈ ബൈ 4 45 ആണ്. പൈ ബൈ 6 എന്താണ്? 30 ഡിഗ്രി ആണ്. വളരെ ഈസി അല്ലേ ഓർക്കാൻ? 30ൻ്റെയും 60ൻ്റെയും 45ൻ്റെയും 90ൻ്റെയും ഒക്കെ വാല്യൂസ് നമ്മൾ പഠിച്ചല്ലേ? വാല്യൂസ് കൊടുത്ത് ഗുണിച്ച് നമ്മുടെ ഫൈനൽ ആൻസർ അവിടെ എത്തി. √3 പ്ലസ് 1/2√2 എന്നെത്തി. അപ്പോൾ ഓപ്ഷൻസ് ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കില്ല ആൻസർ. അപ്പോൾ എന്ത് ചെയ്യുക? ഈ √2 താഴെ വരാതിരിക്കാൻ എന്ത് ചെയ്യുക? മേലും താഴെ √2 കൊണ്ട് ഗുണിക്കുക. ഈ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുക. 2√2 കൊണ്ട് ഗുണിക്കുക. √3 പ്ലസ് 1/2√2 ഇൻറ്റു 2√2/2√2 മേലും താഴെ ഗുണിച്ച്. ഇവിടുന്ന് നേരെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഇങ്ങോട്ടാണ് പോകുന്നത്. 2√2 ഇൻറ്റു ഗുണിക്കുമ്പോൾ എന്താവും? 2√2 ഇൻറ്റു √3 പ്ലസ് 2√2 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 2√2 ഇൻറ്റു 2√2 ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2 4 √2 ഇൻറ്റു √2 2. ഇത് ഗുണിക്കുമ്പോൾ എന്താ? √2 ഇൻറ്റു √3 √6 ആവും. 2√6 പ്ലസ് 2√2 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 2. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. 2 പുറത്തെടുത്ത് വെട്ടി. സോ √6 പ്ലസ് √2 ഡിവൈഡ് ബൈ 4. ആൻസർ ആയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ?